ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് നല്ല നാടൻ കറിയായിട്ടുള്ള മമ്പയർ കുത്തിക്കച്ചത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിയാലോ. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ മസാല കൂട്ടൊരു സ്പെഷ്യലാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മമ്പയർ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചത് എടുത്ത് കുക്കറിലിടുക. ചൂട് വെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചത് എടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 3 വിസിൽ വരുന്നവരെ മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് വറ്റൽമുളക് എടുക്കുക. വറ്റൽമുളക് പൊടിച്ചതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ മുൻകൂട്ടി മിക്സിയിൽ അത് പൊടിച്ചെടുക്കുക. അതിലേക്ക് ഒരു കൈ നിറയെ ചെറിയുള്ളി എടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ഒരു 10-12 അല്ലിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി ഞാൻ വലിയ ഉള്ളി എടുത്തത്. ഏറ്റവും ടേസ്റ്റ് ചെറിയുള്ളി തന്നെയാണ്. ഇതുപോലുള്ള നാടൻ കറികൾക്ക് ഏറ്റവും നല്ലത് ചെറിയുള്ളി തന്നെയാണ്. ചെറിയുള്ളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി മാത്രം എടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഈ അരപ്പിന് ആവശ്യമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു പകുതി കൈ നിറയെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിലാവരുത്, ചതച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ പച്ചമുളക് പൊടിച്ച് വെക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ മമ്പയർ വെന്തിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിൽ വേണം മമ്പയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അധികം ഉടയാനും പാടില്ല, എന്നാൽ നമ്മളൊരു കുരുകുരുവി പോലെ അതുപോലെ ഉണ്ടാവാനും പാടില്ല. അതുപോലെ ആണെങ്കിൽ നമ്മൾ മമ്പയറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒഴിച്ച വെള്ളം ചിലപ്പോൾ ബാക്കിയായിട്ട് വരും. ആ വെള്ളം മാറ്റിയെടുത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് പാൻ ചൂടായതിനു ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, മറ്റേത് എണ്ണയേക്കാൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില നന്നായി മൂത്തതിന് ശേഷം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മസാല കൂട്ടും കൂടി എടുത്ത് അതിലിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിച്ച വെളുത്തുള്ളിൻ്റെയും അതേപോലെ തന്നെ ഉള്ളിൻ്റെയും എല്ലാം പച്ചച്ചോവ മാറുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റോളം വഴറ്റേണ്ടി വരും. ആ സമയം കൊണ്ട് മാത്രമേ അത് നന്നായിട്ട് വഴണ്ട് കിട്ടുള്ളൂ. ഈ ഒരു അരപ്പാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം സമയമെടുത്ത് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 മസാലപ്പൊടികൾ കൂടി ചേർക്കും. ഒന്നുമില്ല, മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിട്ടുള്ളത്. ഒരു കളറിന് അത്യാവശ്യം കിട്ടിക്കോട്ടെ എന്നുള്ള വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് അതിൻ്റെയും കൂടെ പച്ചച്ചോ മാറുന്നത് വരെ അതും കൂടി നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയർ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആ സമയത്ത് യോജിപ്പിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വെള്ളം ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് ലേശമായി ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി മൊത്തം ഒരുമിച്ച് ചേർക്കരുത്, ലേശമായി ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്ന് തിളക്കുക. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് തണിയാൻ വെക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടിട്ട് ഇതിൻ്റെ അവസാനം അല്പം നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. അത് ഞാൻ ചേർത്തത് ഈ വീഡിയോയിൽ ക്ലിപ്പിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മമ്പയർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.